നമസ്തേ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക് ഇൻട്രൊഡക്ഷൻ ടു സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ്. എന്താണ് സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് എന്ന് മനസ്സിലാക്കുന്നതിന് മുമ്പ് ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ പൊതുവെ എന്താണ് എന്നുള്ളത് നമുക്കൊന്ന് മനസ്സിലാക്കാം. എന്തൊരു വസ്തു നിർമ്മിച്ചതിന് ശേഷവും അതിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിച്ച സവിശേഷതകളും ഗുണഗണങ്ങളും ലഭിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് ഉറപ്പുവരുത്തുന്നതിനെയാണ് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. ദൈനംദിന ജീവിതത്തിൽ നമ്മൾ പല വസ്തുക്കളും അറിഞ്ഞോ അറിയാതെയോ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഉദാഹരണമായി, നാം കടയിൽ പോയി ഒരു പേന വാങ്ങുന്നു. നാം ഉടനെ തന്നെ അത് തെളിയുന്നുണ്ടോ, അത് വെച്ച് നന്നായി എഴുതാൻ കഴിയുന്നുണ്ടോ എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ ഉറപ്പുവരുത്തും. ഇവിടെ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത് പേന എന്ന പ്രൊഡക്റ്റിന്റെ ഫങ്ഷണാലിറ്റിയാണ്. ഇനി നമ്മൾ കടയിൽ പോയി ഒരു ബൾബ് വാങ്ങുന്നു എന്ന് കരുതുക. കടക്കാരൻ ആ ബൾബ് നമ്മളെ കത്തിച്ച് കാണിക്കും. ഒരു പക്ഷെ ആ ബൾബ് കത്തുന്നില്ലെങ്കിൽ തീർച്ചയായും നമ്മൾ ആ ബൾബ് വേണ്ട എന്ന് പറയും. ചുരുക്കത്തിൽ കസ്റ്റമർ അല്ലെങ്കിൽ എൻഡ് യൂസർ ഒരു പ്രൊഡക്റ്റ് വാങ്ങണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് ടെസ്റ്റിംഗിന്റെ റിസൾട്ടിനെ ആശ്രയിച്ചായിരിക്കും. എന്തിനേറെ പറയുന്നു, നമ്മുടെ വീടുകളിലെ അടുക്കളയിൽ പോലും നമ്മുടെ അമ്മമാർ എന്ത് ഭക്ഷണം ഉണ്ടാക്കിയതിനു ശേഷവും അതിൽ നിന്ന് ഇത്തിരി എടുത്ത് രുചിച്ചു നോക്കാറുണ്ട്. ഇവിടെയും അവർ ചെയ്യുന്നത് ടെസ്റ്റിംഗ് തന്നെയാണ്. ഇവിടെ എന്താണ് അവർ ടെസ്റ്റ് ചെയ്യുന്നത്? ആ ഭക്ഷണത്തിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന സ്വാദ് അല്ലെങ്കിൽ പുളി അല്ലെങ്കിൽ എരിവ്, മധുരം, ഉപ്പ് ഇതൊക്കെ ശരിയായ അളവിൽ തന്നെയാണോ എന്ന് ഉറപ്പുവരുത്തുന്നു. ചുരുക്കത്തിൽ ദൈനംദിന ജീവിതത്തിൽ എന്തൊരു വസ്തു നിർമ്മിച്ചാലും അതിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഗുണഗണങ്ങൾ കിട്ടുന്നുണ്ടോ എന്ന് നമ്മൾ ടെസ്റ്റ് ചെയ്ത് ഉറപ്പുവരുത്തും. അങ്ങനെയാണെങ്കിൽ എന്താണ് സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ്? നമ്മൾ വികസിപ്പിച്ച ഒരു സോഫ്റ്റ്വെയറിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഫങ്ഷണാലിറ്റീസ് ലഭിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് ഉറപ്പുവരുത്തുക. റിയൽ ടൈമിൽ ഒരുപാട് സോഫ്റ്റ്വെയറുകൾ ഉണ്ട്. ഓരോ സോഫ്റ്റ്വെയറിൽ നിന്നും കസ്റ്റമർ പല പല ഫങ്ഷണാലിറ്റീസ് പ്രതീക്ഷിക്കുന്നുണ്ട്. കസ്റ്റമർ പ്രതീക്ഷിക്കുന്ന ഫങ്ഷണാലിറ്റികൾ ആ സോഫ്റ്റ്വെയർ തരുന്നുണ്ടോ ഇല്ലയോ എന്ന് ഉറപ്പുവരുത്തുന്നതിനെയാണ് സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് ഈസ് ദ പ്രോസസ് ഓഫ് ensuring that a developed software is performing its functionalities as expected. ഉദാഹരണമായി, ഒരു വെബ് ബ്രൗസർ സോഫ്റ്റ്വെയർ ആണ് എന്ന് കരുതുക. മോസില്ല ഫയർഫോക്സ്, ഗൂഗിൾ ക്രോം, ഇന്റർനെറ്റ് എക്സ്പ്ലോറർ, ഒപ്പേറ തുടങ്ങിയവയൊക്കെ വെബ് ബ്രൗസറുകളാണ്. ഒരു വെബ് ബ്രൗസറിന്റെ ബേസിക് ഫങ്ഷണാലിറ്റി എന്ന് പറയുന്നത് ഒരു വെബ് അഡ്രസ് കൊടുത്തു കഴിഞ്ഞാൽ കറസ്പോണ്ടിങ് വെബ് പേജ് ലോഡ് ചെയ്യണം. അപ്പോൾ നമ്മളൊരു വെബ് അഡ്രസ് ബാറിൽ കൊടുക്കുന്നു. കറസ്പോണ്ടിങ് വെബ് പേജ് നൽകുകയാണെങ്കിൽ ആ വെബ് ബ്രൗസർ അതിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്ന ഫങ്ഷണാലിറ്റി നമുക്ക് ലഭിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്താം. അല്ലെങ്കിൽ ഒരു കാൽക്കുലേറ്റർ സോഫ്റ്റ്വെയറിനെ പറ്റി ആലോചിക്കുക. ഒരു കാൽക്കുലേറ്റർ സോഫ്റ്റ്വെയർ ചെയ്യേണ്ട ബേസിക് ഫങ്ഷണാലിറ്റി എന്ന് പറയുന്നത് ബേസിക് അരിത്മെറ്റിക് ഓപ്പറേഷൻ ആയ അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ തുടങ്ങിയവയാണ്. നമ്മൾ എങ്ങനെയായിരിക്കും ആ സോഫ്റ്റ്വെയർ ടെസ്റ്റ് ചെയ്യുക? നമ്മൾ രണ്ട് നമ്പേഴ്സ് കൊടുക്കും. ആ രണ്ട് നമ്പർ കൂട്ടുകയും കുറയ്ക്കുകയും ഹരിക്കുകയും ഗുണിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഉത്തരം ശരിയാണോ എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും ആ കാൽക്കുലേറ്റർ എന്ന സോഫ്റ്റ്വെയർ ഉപയോഗിക്കണോ വേണ്ടയോ എന്ന് നമ്മൾ തീരുമാനിക്കുക. ഇനി സോഫ്റ്റ്വെയർ ടെസ്റ്റിങ്ങിനുള്ള അടുത്തൊരു നിർവചനം: സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് ഈസ് എ പ്രോസസ് ഓഫ് എക്സിക്യൂട്ടിംഗ് എ പ്രോഗ്രാം ഓർ ആപ്ലിക്കേഷൻ വിത്ത് ദ ഇന്റന്റ് ഓഫ് ഫൈൻഡിങ് ദ എറേഴ്സ്. എറർ കണ്ടുപിടിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടി ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ ആപ്ലിക്കേഷനെ എക്സിക്യൂട്ട് ചെയ്യുക അല്ലെങ്കിൽ റൺ ചെയ്യുക, അതിനെ നമുക്ക് സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് എന്ന് വിളിക്കാം. ഇനി സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗിന്റെ ഏറ്റവും സ്റ്റാൻഡേർഡ് ഡെഫിനിഷനുകളായി കണക്കാക്കുന്ന ഒന്ന്: സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് ഈസ് ദ പ്രോസസ് ഓഫ് വാലിഡേറ്റിംഗ് ആൻഡ് വെരിഫൈയിങ് എ സോഫ്റ്റ്വെയർ പ്രോഗ്രാം ഓർ ആപ്ലിക്കേഷൻ ഓർ പ്രൊഡക്റ്റ്. വാലിഡേറ്റിംഗ് ആൻഡ് വെരിഫൈയിങ്ങിനെ നമുക്ക് V&V എന്ന് പറയാറുണ്ട്. അപ്പോൾ എന്താണ് വാലിഡേഷൻ, എന്താണ് വെരിഫിക്കേഷൻ എന്നുള്ളത് നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു. ബാരി ബോയം എന്ന് പറയുന്ന ഫേമസ് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ വെരിഫിക്കേഷനും വാലിഡേഷനും രണ്ട് ചെറിയ നിർവചനങ്ങൾ നൽകിയിട്ടുണ്ട്. അദ്ദേഹം വെരിഫിക്കേഷൻ നൽകിയ ഡെഫിനിഷൻ: ആർ വി ബിൽഡിംഗ് ദ പ്രൊഡക്റ്റ് റൈറ്റ്. വാലിഡേഷൻ അദ്ദേഹം നൽകിയത് ആർ വി ബിൽഡിംഗ് ദ റൈറ്റ് പ്രൊഡക്റ്റ് എന്ന ഡെഫിനിഷന്. രണ്ട് ഡെഫിനിഷനുകളിലും അദ്ദേഹം ഉപയോഗിച്ച വാക്കുകളെല്ലാം
സെയിം ആണ്. എന്നാൽ ആ വാക്കുകളുടെ അറേഞ്ച്മെന്റിൽ ചെറിയ ചില വ്യത്യാസങ്ങളുണ്ട്. ഒരിടത്ത് ആർ വി ബിൽഡിംഗ് ദ പ്രൊഡക്റ്റ് റൈറ്റ്, മറ്റേടത്ത് ആർ വി ബിൽഡിംഗ് ദ റൈറ്റ് പ്രൊഡക്റ്റ്. അപ്പോൾ ഇവിടെ ഒരു ചെറിയ കൺഫ്യൂഷൻ ഉണ്ട്. എന്താണ് റൈറ്റ് പ്രൊഡക്റ്റ്, എന്താണ് പ്രൊഡക്റ്റ് റൈറ്റ്, എന്താണ് റൈറ്റ് പ്രൊഡക്റ്റും പ്രൊഡക്റ്റ് റൈറ്റും തമ്മിലുള്ള വ്യത്യാസം? ഇതെന്താണ് എന്ന് മനസ്സിലാക്കാൻ ഞാനൊരു ലഘുവായ ഉദാഹരണം പറയാം. നമ്മളൊരു ജ്യൂസ് ഷോപ്പിൽ പോകുന്നു എന്ന് കരുതുക. എന്നിട്ട് നമ്മൾ ഓറഞ്ച് ജ്യൂസ് ഓർഡർ ചെയ്യുന്നു. കസ്റ്റമറായ നമുക്ക് വേണ്ട പ്രൊഡക്റ്റ് ഓറഞ്ച് ജ്യൂസ് ആണ്. കടക്കാരൻ ജ്യൂസ് ഉണ്ടാക്കി ഒരു ഗ്ലാസ്സിൽ കൊണ്ടു തരുന്നു. നമ്മൾ അത് രുചിച്ചു നോക്കുമ്പോൾ ഓറഞ്ചിന്റെ ഗുണവും രുചിയും മണവും ലഭിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ സംതൃപ്തരാകുന്നു. അതായത് കസ്റ്റമറായ നമ്മൾ പ്രതീക്ഷിച്ച ഓറഞ്ച് ജ്യൂസ് തന്നെയാണ് നമുക്ക് കിട്ടിയത്. കസ്റ്റമർ പ്രതീക്ഷിച്ച ശരിയായ പ്രൊഡക്റ്റ് തന്നെയാണോ നിർമ്മിച്ചത് എന്ന് ഉറപ്പുവരുത്തുന്നതിനെയാണ് വാലിഡേഷൻ എന്ന് പറയുക. ആർ വി ബിൽഡിംഗ് ദ റൈറ്റ് പ്രൊഡക്റ്റ്, ശരിയായ പ്രൊഡക്റ്റ് ആണോ നിർമ്മിച്ചത് എന്ന് ഉറപ്പുവരുത്തുന്നതിനെയാണ് വാലിഡേഷൻ എന്ന് പറയുക. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും വെരിഫിക്കേഷൻ? ഒരു പക്ഷെ ആ ജ്യൂസ് കടക്കാരൻ ചീത്തയായ മോശം ഓറഞ്ചുകൾ വെച്ചാണ് ജ്യൂസ് ഉണ്ടാക്കിയത് എന്ന് കരുതുക. നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് ശരിയായ ഓറഞ്ച് ജ്യൂസ് തന്നെയായിരിക്കും. പക്ഷെ ആ ജ്യൂസിന്റെ രുചിയിലും ഗുണത്തിലും വ്യത്യാസം ഉണ്ടാവും. കാരണം ജ്യൂസ് കടക്കാരൻ ഉപയോഗിച്ചത് മോശമായ ചീത്ത ഓറഞ്ചാണ്. ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കേണ്ട ശരിയായ രീതിയിലാണോ ആ പ്രൊഡക്റ്റ് നിർമ്മിച്ചത് എന്ന് ഉറപ്പുവരുത്തുന്നതിനെയാണ് വെരിഫിക്കേഷൻ എന്ന് പറയാം. ആർ വി ബിൽഡിംഗ് ദ പ്രൊഡക്റ്റ് റൈറ്റ്, ശരിയായ രീതിയിലാണോ ഒരു ഉൽപ്പന്നം നിർമ്മിച്ചത്. വാലിഡേഷൻ എന്ന് പറഞ്ഞാൽ ശരിയായ ഉൽപ്പന്നമാണോ നിർമ്മിച്ചത്. അപ്പൊ ഇതാണ് ബേസിക്കലി വെരിഫിക്കേഷനും വാലിഡേഷനും തമ്മിലുള്ള വ്യത്യാസം. ഇനിയും ഇതിന്റെ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ആസ്പെക്റ്റിലുള്ള ഡെഫിനേഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. വെരിഫിക്കേഷൻ, ദ സെറ്റ് ഓഫ് ആക്ടിവിറ്റീസ് ദാറ്റ് എൻഷുർ ദാറ്റ് software correctly implements a specific function or algorithm. നമ്മൾ നിർവചിച്ചിരിക്കുന്ന ശരിയായ അൽഗോരിതവും ശരിയായ ഡേറ്റ സ്ട്രക്ചറും ഒക്കെ തന്നെയാണോ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യാനായി ഉപയോഗിച്ചത് എന്ന് ഉറപ്പുവരുത്തുന്നതിനെയാണ് വെരിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഒരേ പ്രോഗ്രാം തന്നെ നമുക്ക് വ്യത്യസ്തമായ അൽഗോരിതങ്ങളും വ്യത്യസ്തമായ ഡേറ്റാബേസുകളും വ്യത്യസ്തമായ ഡേറ്റ സ്ട്രക്ചറുകളും ഉപയോഗിച്ച് നമുക്ക് ഡെവലപ്പ് ചെയ്യാം. ഏറ്റവും ബെസ്റ്റ് എഫിഷ്യന്റ് പെർഫോമൻസ് തരുന്ന രീതിയിലുള്ള ശരിയായ അൽഗോരിതവും ഡേറ്റ സ്ട്രക്ചറും ഒക്കെ തന്നെയാണോ ഉപയോഗിച്ചത് എന്ന് ഉറപ്പുവരുത്തുന്നതിനെയാണ് വെരിഫിക്കേഷൻ എന്ന് പറയുന്നത്. വാലിഡേഷൻ എന്ന് പറഞ്ഞാലോ, ദ സെറ്റ് ഓഫ് ആക്ടിവിറ്റീസ് ദാറ്റ് എൻഷുർ ദാറ്റ് ദ സോഫ്റ്റ്വെയർ ദാറ്റ് ഹാസ് ബീൻ ബിൽറ്റ് ഈസ് ട്രേസബിൾ ടു കസ്റ്റമർ റിക്വയർമെന്റ്സ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമർ ആദ്യം പറഞ്ഞ റിക്വയർമെന്റ്സ് തന്നെയാണോ ഈ സോഫ്റ്റ്വെയർ തരുന്ന ഫങ്ഷണാലിറ്റീസ് എന്ന് ഉറപ്പുവരുത്തുന്നത്. അതായത് കസ്റ്റമർ ആഗ്രഹിച്ച പ്രൊഡക്റ്റ് തന്നെയാണോ നമ്മൾ നിർമ്മിച്ചത് എന്ന് ഉറപ്പുവരുത്തുന്നതിനെയാണ് വാലിഡേഷൻ എന്ന് പറയാം. അപ്പൊ ഇതാണ് വെരിഫിക്കേഷനും വാലിഡേഷനും തമ്മിലുള്ള വ്യത്യാസം. അപ്പൊ സിംപ്ലി സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് ഈസ് ദ പ്രോസസ് ഓഫ് വെരിഫിക്കേഷൻ ആൻഡ് വാലിഡേറ്റിംഗ് എ സോഫ്റ്റ്വെയർ പ്രൊഡക്റ്റ്. ഇതിനെ നമ്മൾ ഒറ്റ വാക്കിൽ V&V ആക്ടിവിറ്റി എന്ന് പറയാം. ടെസ്റ്റിംഗ് ഈസ് എ V&V ആക്ടിവിറ്റി, ഈസ് ദ പ്രോസസ് ഓഫ് വെരിഫൈങ് ആൻഡ് വാലിഡേറ്റിംഗ് എ പ്രൊഡക്റ്റ്. ഇനി അടുത്തത് നീഡ് ഓഫ് സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ്, അല്ലെങ്കിൽ വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ്. എന്താണ് സോഫ്റ്റ്വെയർ ടെസ്റ്റ് ചെയ്യേണ്ടതിന്റെ ആവശ്യകത? ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യകത എന്താണ്? ടു ഫൈൻഡ് ഔട്ട് ദ ഡിഫക്ട്സ് ആൻഡ് എറേഴ്സ് ദാറ്റ് വർ മെയ്ഡ് ഡ്യൂറിംഗ് ദ ഡെവലപ്മെന്റ് ഫേസസ്. ഒരു സോഫ്റ്റ്വെയർ വികസിപ്പിക്കുന്ന വേളയിൽ വരുത്തിയ തെറ്റുകളും കുറ്റങ്ങളും കുറവുകളും കണ്ടുപിടിക്കാനാണ് നമ്മൾ ടെസ്റ്റിംഗ് ഉപയോഗിക്കുന്നത്. രണ്ടാമത്തെ പോയിന്റ്, ടു ഇംപ്രൂവ് പ്രൊഡക്റ്റ് റിലയബിലിറ്റി ആൻഡ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ. ഒരു സോഫ്റ്റ്വെയറിലുള്ള വിശ്വാസ്യത, അതിനോടൊപ്പം തന്നെ കസ്റ്റമറിന് കിട്ടുന്ന സംതൃപ്തി, ഇത് രണ്ടും കൂട്ടാനും നമുക്ക് ടെസ്റ്റിംഗ് മൂലം കഴിയും. അടുത്ത പോയിന്റ്, ടു എൻഷുർ ദ ക്വാളിറ്റി ഓഫ് ദ ഡെവലപ്ഡ് സോഫ്റ്റ്വെയർ. നമ്മൾ വികസിപ്പിച്ച ഒരു സോഫ്റ്റ്വെയറിന്റെ മൂല്യം കൂട്ടാൻ അല്ലെങ്കിൽ അതിന്റെ ക്വാളിറ്റി കൂട്ടാൻ, അതിന്റെ ക്വാളിറ്റി ഉറപ്പുവരുത്താൻ ഒക്കെ നമുക്ക് ടെസ്റ്റിംഗ് മൂലം സാധിക്കും. അടുത്തത്, ടു എൻഷുർ ദ എഫിഷ്യൻസി ആൻഡ് പെർഫോമൻസ് ഓഫ് എ സോഫ്റ്റ്വെയർ. നമ്മളൊരു കാൽക്കുലേറ്റർ സോഫ്റ്റ്വെയർ എടുക്കുക, 2 നമ്പർ കൂട്ടാൻ കൊടുത്തു, അരമണിക്കൂറിന് ശേഷമാണ് 2 നമ്പർ കൂട്ടി നമുക്ക് ഉത്തരം കിട്ടിയെങ്കിൽ എന്താ? ആ സോഫ്റ്റ്വെയറിന്റെ ആവശ്യകതയില്ല. കാരണം നമുക്ക് നമ്മുടെ ബുദ്ധി ഉപയോഗിച്ച് അല്ലെങ്കിൽ നമുക്ക് കൈവച്ച് ഒരു പേപ്പർ എഴുതി കൂട്ടി 2 നമ്പർ ഇതിനു മുൻപേ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കുന്നതിനേക്കാൾ വേഗത്തിൽ ആ സോഫ്റ്റ്വെയർ കണ്ടുപിടിച്ച് തരുന്നുണ്ടെങ്കിൽ മാത്രമേ
ആ സോഫ്റ്റ്വെയർ എഫിഷ്യന്റ് സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ആ സോഫ്റ്റ്വെയർ നല്ല പെർഫോമൻസ് തരുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ ഡെവലപ്പ് ചെയ്ത സോഫ്റ്റ്വെയറിന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന എഫിഷ്യൻസിയും പെർഫോമൻസും നൽകാൻ കഴിയുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്താനും ടെസ്റ്റിംഗ് മൂലം നമുക്ക് സാധിക്കും. ഇതാണ് ബേസിക്കലി സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞാലും സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗിന്റെ ആവശ്യകത എന്ന് പറയുന്നത്. താങ്ക് യു.